നമസ്കാരം ഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കേണ്ട ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയദർശിനി സ്കീം അനുസരിച്ചിട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വിവിധ രീതിയിലുള്ള തർക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അവരുടെ സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പുരുഷ സംഘടനകൾ ഞങ്ങൾക്ക് കിട്ടിയില്ല, സ്ത്രീകൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ, പുരുഷന്മാർ ഓർക്കുക, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നതിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സൗജന്യ യാത്ര തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ സിറ്റി ബസ്സുകളിലൊക്കെ ഇതിനു മുമ്പ് ഉള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ് അസോസിയേഷനൊക്കെ ഇതിനെതിരെ ശക്തമായി എതിർക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തെലങ്കാനയിലായിരുന്ന സമയത്ത് അവിടെയൊക്കെ പ്രൈവറ്റ് ബസ്സുകൾക്ക്, എനിക്ക് പ്രൈവറ്റ് ബസ് മേടിക്കാം, അത് ഗവൺമെൻറ്റിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ച്, ആൾ കയറിയാലും കയറിയില്ലെങ്കിലും അതിന് കിലോമീറ്ററിന് ഒരു പൈസ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം 15-ാം പൊക്കവും എല്ലാ മാസവും എല്ലാ പ്രാവശ്യവും 15 ദിവസം കൂടുമ്പം ബസ് ഓണേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ യാത്രക്കാരുടെ മുഴുവൻ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു പരിധിവരെ മത്സര ഓട്ടം കുറയും, ഒരു പരിധിവരെ ആക്സിഡൻറ്റ് കുറയും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഗുണമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം ഗവൺമെൻറ് തന്നെ ഈ പ്രൈവറ്റ് റൂട്ട് ഏറ്റെടുത്തിട്ട് ആ റൂട്ടിലുള്ള ബസ്സുകൾക്ക് അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്കാർക്ക് സ്ഥിര ജോലിയായി, സ്ഥിര വരുമാനമായി, ഈ നഷ്ടം, ഈ പറയുന്ന രീതിയിലുള്ള വലിയ നഷ്ടങ്ങളൊന്നും ഈ പറയുന്ന ആളുകൾക്ക് വരാത്ത രീതിയിൽ ഈ ഒരു മേഖലയെ സംരക്ഷിക്കാൻ സർക്കാരിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ PM ശ്രീ പദ്ധതി നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ LDF സമരം നടത്തുന്നുണ്ട്. ഇന്നലെ കക്കൂസിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യമാണ് സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചതെന്നും പറഞ്ഞിട്ട് സമരം ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാനായിട്ട് ഇടയാക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കുക, PM ശ്രീയിൽ ഒപ്പിട്ടത് LDF സർക്കാരാണ്. ഇവരാരോടും ആലോചിക്കാതെ തന്നെ ഇവർ ഡയറക്റ്റ് ഒപ്പിട്ടു. PM ശ്രീ എന്ന് പറയുന്നത് നല്ലൊരു പദ്ധതിയാണ്. അത് 2022 സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെലക്ടഡ് സ്കൂളുകൾക്ക് ഡിജിറ്റൽ ക്ലാസ് റൂം, മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നൊരു പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഇതിനെ ഇവിടെയുള്ള LDF സർക്കാർ ഇത് ഒപ്പിട്ടു. അതായത് SFIയുടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെയോ പെർമിഷൻ ചോദിക്കാതെ തന്നെ, അവരോട് കൂടിയാലോചിക്കാതെ അന്നിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അവർ ഒപ്പിട്ടതിന് ശേഷം ഇപ്പോൾ LDF സർക്കാർ എന്ത് ചെയ്യുക, UDFനെതിരെ സമരം ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു കാര്യമായതുകൊണ്ടാണ് അവരത് ഒപ്പിട്ട്, നല്ല കാര്യമായിട്ട് തന്നെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ UDFൻ്റെ ആളുകൾ എപ്പോഴും പറയുകയുണ്ടായി, അവർ സൈൻ ചെയ്തതാണ്, അവർ ഒപ്പിട്ട കേസ് ഇട്ട് നമ്മളായിട്ട് ഇനിയിപ്പോൾ അതിനെ എതിർക്കുന്നില്ല, അത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അതൊരു നല്ല പ്രൊജക്റ്റാണ്, അതിനെ നമ്മളാരും എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളാണ്. അതുപോലെ തന്നെ തൂഫാൻ, നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം കേരളം നശിച്ച് നാരായണക്കല്ല് പിടിച്ചിട്ട് ഇവന്മാർക്ക് യാതൊന്നും പറയാനില്ലായിരുന്നു. ഇപ്പം ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ശേഷം മയക്കുമരുന്നിനെതിരെ, മരണത്തിൻ്റെ ദൂതന്മാർക്കെതിരെ ഉള്ള പോരാട്ടം തുടങ്ങി. അതിനുശേഷം വലിയ തോതിൽ മദ്യവും മയക്കുമരുന്നും പിടിക്കപ്പെടുകയും പലരും ആയിരക്കണക്കിന് ആളുകൾ ജയിലിലേക്ക് പോവുകയും ചെയ്തു. അപ്പം കേരളത്തിലെ ജനങ്ങളെ നല്ല രീതിയിൽ ആക്കുന്നതിന് ഒരു സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്കെതിരെ സമരം ചെയ്യുന്ന ഒരു നീചമായ പ്രവൃത്തിയുമായിട്ടാണ് ഇപ്പോൾ LDF പോകുന്നത്. 10 വർഷം നമ്മൾ അനുഭവിച്ചു. ഇനിയും ഇവർ നല്ല രീതിയിൽ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള സമരവുമായിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇതിനെതിരെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട്. സർക്കാർ എടുക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എന്തായാലും അംഗീകരിക്കുക, അനാവശ്യമായ സമരങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. കാണാൻ അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ.